ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും പരിശുദ്ധ കന്യകാമാതാവിന്റെ സ്വർഗാരോപണ തിരുനാളും സംയുക്തമായിട്ട് ആഘോഷിക്കുകയാണ്. ഈ വിശുദ്ധ ബലിയിൽ നമ്മുടെ മാതൃരാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ കന്യകാമാതാവിന്റെ മാധ്യസ്ഥം നമുക്ക് എല്ലാവർക്കും യാചിക്കാം. എന്നോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെ നിയോഗങ്ങളെ നിങ്ങളെല്ലാവരെയും കർത്താവിന്റെ സന്നദ്ധയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ അങ്ങ് സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തുകയും നിത്യകിരീടം അണിയിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ കൃതജ്ഞതാപൂർവ്വം അങ്ങയെ സ്തുതിക്കുന്നു. ദൈവജനനയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ഈ ദിവരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കു തെല്ലും ദൈവമാണെൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാനെൻ മോഹം, മധുരമങ്ങേ മഹിമയിൽ മറയുവാനെൻ ദാഹം. കണ്ണിനങ്ങേ കതിരുകൾ കണ്ടു കണ്ടു മയങ്ങണം, കാതിലങ്ങേ കനിവിടും കഥകൾ കേട്ടു ലയിക്കണം. ദൈവമെന്റെ രക്ഷകൻ, ദൈവമെന്റെ നായകൻ, ദൈവമെന്റെ ആശ്രയം, ദൈവമെന്റെ സർവവും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു.
നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്ഥിതർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ഒന്നാം വായന പുറപ്പാട് പുസ്തകത്തിൽ നിന്നും 15-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള വാക്യം. ദൈവം സഹോദരനെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ദേവന്മാരിൽ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? കർത്താവേ, വിശുദ്ധിയാൽ മഹത്വപൂർണനും ശക്തമായ പ്രവർത്തനങ്ങളിൽ ഭീതിതനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിനുമായ അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? അങ്ങ് വലത്ത് കൈ നീട്ടി ഭൂമി അവരെ വിഴുങ്ങി. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. ഇത് കേട്ട ജനതകൾ ഭയന്ന് വിറച്ചു. ഫിലിസ്ത്യർ ആകുലരായി. ഏദോം പ്രഭുക്കന്മാർ പരിഭ്രാന്തരായി. മുബാബിലെ പ്രബലന്മാർ കിടിലം കൊണ്ടു. കാനാൻ നിവാസികൾ മൃതപ്രായരായി. അങ്ങയുടെ ജനം കടന്നു പോകുന്നതുവരെ, കർത്താവെ, അങ്ങ് വീണ്ടെടുത്ത ജനം കടന്നു പോകുന്നതുവരെ ഭീതിയും പരിഭ്രാന്തിയും അവരെ കീഴ്പ്പെടുത്തുന്നു. അങ്ങയുടെ കരത്തിന്റെ ശക്തി അവരെ ശിലാതുല്യം നിശ്ചലരാക്കുന്നു. കർത്താവെ, അങ്ങ് അവരെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങേക്ക് വസിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. സർവജ്ഞനായ ഭരണകർത്താവ് നിന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ലേഖനം 16-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള തിരുവചനങ്ങൾ. മിശിഹാ സഹോദരി അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ പഠിച്ച തത്വങ്ങൾക്ക് വിരുദ്ധമായി വിളർപ്പുകളും ദുർമാർഗങ്ങളും ഉണ്ടാകുന്നവരെ ശ്രദ്ധിച്ചുകൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. അവരെ നിരാകരിക്കുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. ആകർഷമായ മുഖസ്തുതി പറഞ്ഞ് അവർ സരളചിത്തരെ വഴിപിഴപ്പിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നല്ല കാര്യങ്ങളിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യ മോശമാക്കാത്തവരുമായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. എന്റെ സഹപ്രവർത്തകരായ തിമോത്തിയോസും എന്റെ ബന്ധുക്കളായ ലൂസിയൂസും യാസോനയും സോസിപാത്തറും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. ഈ ലേഖനത്തിന്റെ എഴുത്തുകാരായ ഞാൻ തെർത്തിയോസ് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. എന്റെയും സഭ മുഴുവന്റെയും ആതിഥേയനായ ഗായിയൂസ് നിങ്ങൾക്ക് വന്ദനം പറയുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എന്റെ സുവിശേഷമനുസരിച്ചും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിന്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് ദൈവം. യുഗയുഗാന്തരങ്ങളായി നിഗൂഢമായിരിക്കുന്ന രഹസ്യം അവിടുന്ന് പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിന്റെ ആജ്ഞയനുസരിച്ച് വിശ്വാസത്തിന്റെ അനുസരണത്തിനായി സകല ജനപദങ്ങൾക്കും അറിയപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ആ ഏകദൈവത്തിന് യേശുക്രിസ്തു വഴി എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തിങ്കലായിരുന്നു, ആ വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ആദിയിൽ വചനം ദൈവത്തിങ്കലായിരുന്നു,
വചനം സത്യദൈവമായിരുന്നു, സത്യദൈവം ത്രിത്വമായിരുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. ജീവിക്കുന്നു, ദൈവം ജീവിക്കുന്നു, ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലിയയിലെ കാനായിൽ വിവാഹവിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ട് ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മിശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ കുട്ടികൾ കൂട്ടം കൂടിയിരുന്ന പട്ടങ്ങൾ പറപ്പിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പട്ടം പറപ്പിക്കുന്ന ദിവസങ്ങളുണ്ട്, ആഘോഷങ്ങളാണ് അവർ. അപ്പൊ ആയിരക്കണക്കിന് പട്ടങ്ങൾ ആകാശത്തൂടെ ഇങ്ങനെ പറക്കുന്നത് കാണാം. പല ഡിസൈനുകളിൽ, പല ഷേപ്പില് വളരെ മനോഹരമായ പട്ടങ്ങൾ. അവയെല്ലാം കാറ്റത്ത് ഇങ്ങനെ പാറി പറക്കുന്നത് നമുക്ക് കാണുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്നാൽ ഒരു പരിധി വിട്ട് പട്ടത്തിന് മുകളിലേക്ക് പറക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? പട്ടം ഒരു നൂല് കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നില്ല അതിനെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന്. ഏതെങ്കിലും വീടിന്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ടെറസിൽ നിന്നുകൊണ്ട് ഒരു കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവരോ അത് നിയന്ത്രിക്കുന്നുണ്ടാവും. അവരുടെ നിയന്ത്രണം അനുസരിച്ചാണ് പട്ടം പറക്കുന്നത്. നമ്മൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നമുക്കെല്ലാം സ്വാതന്ത്ര്യം ഒത്തിരി ആവശ്യമുള്ള കാര്യമാണ്. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ ഇല്ലയോ എന്നും കൂടെ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. രാഷ്ട്രീയമായ സ്വാതന്ത്ര്യം ഭാരതത്തിന് ലഭിച്ചു. നമുക്ക് ആത്മീയമായ സ്വാതന്ത്ര്യം തമ്പുരാൻ തരുന്നുണ്ട്. എന്നാൽ ഞാനും നീയും ചിന്തിക്കേണ്ടത് ആ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. യേശുക്രിസ്തു പീലാത്തോസിനോട് പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന്. എന്താണ് ഈ സത്യം? ഈ സത്യം അറിയുന്നവർക്ക് മാത്രമേ സ്വാതന്ത്ര്യത്തിലേക്ക് വളരാൻ സാധിക്കൂ. എന്താണ് സത്യം? അനശ്വരമായിട്ടുള്ളത്, നിത്യമായിട്ടുള്ളത്, അതൊന്നും മാത്രമേ ഉള്ളൂ, സർവശക്തനായ ദൈവം. ആ ദൈവം മാത്രമാണ് സത്യമായിട്ടുള്ളത്. ഗോഡ് ഈസ് ട്രൂത്ത്, ട്രൂത്ത് ഈസ് ഗോഡ്. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന സൃഷ്ടവസ്തുക്കളും ജീവജാലങ്ങളും ഒന്നും നിത്യതയിലേക്കുള്ളതല്ല. അവയെല്ലാം മർത്യമായിട്ടുള്ളതാണ്, നശിച്ചു പോകുന്നതാണ്. നമുക്കെല്ലാവർക്കും പറ്റുന്ന കുഴപ്പം നശ്വരമായ ഈ സൃഷ്ടവസ്തുക്കളുടെ പിന്നാലെ പോകുന്നു. ഇതാണ് സത്യം, ഇതാണ് നിത്യതയുള്ളത് എന്ന് വിചാരിച്ച് ഇതിനെ സ്വന്തമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും അതിന്റെ പിന്നാലെ ഓടുകയും ചെയ്യുമ്പോൾ അമർത്യമായ ഒരു വലിയ സത്യം നമ്മൾ അറിയുന്നില്ല, കാണുന്നില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, കുട്ടികള് അവർക്ക് 1-1.5 വയസ്സൊക്കെ ആവുമ്പോൾ അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കും.
കളിപ്പാട്ടങ്ങൾ എത്ര കൊടുത്താലും മതി വരില്ല. ആ കൊടുത്ത കളിപ്പാട്ടം തിരിച്ചു ചോദിച്ചാൽ തരില്ല. ഇതെന്റേതാവുന്ന എന്താ വെച്ചാൽ എല്ലാം കൂട്ടി പിടിച്ച് നെഞ്ചത്ത് ചേർത്ത് വെച്ച് പിടിക്കുന്നത് എന്റേതാണ്. ആ കൊച്ചു വിചാരിക്കുന്നത് ഈ കളിപ്പാട്ടം മുഴുവൻ എന്റേതാണ്. പക്ഷെ നമ്മൾ ആ കൊച്ചിന്റെ കരച്ചിൽ മാറ്റാൻ വേണ്ടി കൊടുത്തതാണ്. ആ കളിപ്പാട്ടം കൊണ്ട് അവന് വലിയ ഉപകാരമൊന്നുമില്ലായിരിക്കും, കളിക്കാൻ കൊള്ളാം. ഇതുപോലെ തന്നെയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങൾ. നമ്മുടെ ഈ ലോക ജീവിതത്തില് സന്തോഷത്തോടെയൊക്കെ ജീവിക്കുവാൻ, സൗകര്യപ്രദമായിട്ടൊക്കെ ജീവിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കള്, മക്കള്, ഭവനം, സ്വത്ത്, നമ്മുടെ ശരീരം, നമുക്കുള്ള ബുദ്ധി, കഴിവുകള്, ഇതെല്ലാം ദൈവം തന്ന ദാനങ്ങളാണ്. ഇതൊന്നും അതിനാൽ തന്നെ നിത്യതയുള്ളതല്ല. ഇതെല്ലാം നമുക്ക് അനുഭവിക്കുവാനും തമ്പുരാനെ നിത്യതയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് സത്യം അറിഞ്ഞുകൊണ്ട് നീങ്ങുവാനുള്ളതാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് എന്താണ് എന്നിലുള്ള സത്യം, എന്നിലുള്ള ദൈവം, ഞാൻ ഹുവാമായി, ഞാൻ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിന് ഫിസിക്കലായ ടേംസിൽ പറയാം, മെഡിക്കൽ ടേംസിൽ പറയാം, സൈക്കോളജിക്കൽ ടേംസിൽ പറയാം, അത് സയന്റിഫിക് ആയിട്ടൊക്കെ ഞാൻ ആരാന്നൊക്കെ പറയാം. പക്ഷെ അവർ തരുന്ന നിർവചനമൊന്നും സത്യമല്ല. ഞാൻ ഇന്ന് ഒരു മനുഷ്യനെ അടക്കാൻ പോകുന്നുണ്ട് 11 മണിക്ക്. ഇന്നലെ വരെ അദ്ദേഹം ചിരിച്ചു കളിച്ച് നടന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഈ ലോകത്തിൽ അദ്ദേഹം ജീവിച്ചു, അദ്ദേഹം മരിച്ചു, നടക്കുകയാണ്. ആ മരിച്ചു കഴിയുമ്പോൾ ആ ബോഡി നമ്മൾ കൊണ്ടുപോയി ഒന്നെങ്കിൽ കത്തിക്കും, അല്ലെങ്കിൽ കൊണ്ടുപോയി കുഴിച്ചിടും. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ അത് മണ്ണോട് മണ്ണായി മാറും. അപ്പോൾ അത് നിത്യമല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഞാൻ എന്നുള്ളത് എൻ്റെ ഈ ശരീരമാണ്, എൻ്റെ കണ്ണും എൻ്റെ കൈകാലുകളും എൻ്റെ തലമുടിയും എൻ്റെ മുഖവും ഒക്കെയാണ് ഞാൻ എന്നുള്ളതാണ്. അതല്ല. ഇതിനപ്പുറത്ത് ഞാനുണ്ട്. കാരണം ഞാൻ ജനിച്ചപ്പോൾ ഈ ശരീരത്തിലേക്ക് ഞാൻ ദൈവം അയച്ച ആത്മാവ് വന്നു. ഈ ആത്മാവ് അമർത്യമാണ്. ഈ ആത്മാവ് തിരിച്ചു പോകുമ്പോൾ ശരീരത്തെ ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ആത്മാവിനെ തിരിച്ചറിയാതെ, സത്യത്തെ തിരിച്ചറിയാതെ, ആത്മാവിലൂടെ ദൈവത്തെ കാണാതെ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന സ്വത്ത് നിങ്ങളുടേതാണോ? എത്ര നാൾ നിങ്ങളുടേതായിരിക്കും? കുറച്ച് കഴിയുമ്പോൾ അത് പോവുകയല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം എന്ന് കരുതുന്ന ഭവനം നിങ്ങൾ ഉപേക്ഷിച്ചു പോകണ്ടേ? നിങ്ങൾ സ്വന്തം എന്ന് പറയുന്ന മക്കള് നിങ്ങളുടെ സ്വന്തമാണോ? അവർ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കും, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകണ്ടേ? നമ്മൾ സ്വന്തമെന്ന് കരുതുന്ന എൻ്റെ ശരീരം അതുപോലും എന്റേതല്ല. അപ്പൊ എനിക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളത്? തമ്പുരാൻ തന്ന നിത്യജീവനും ആത്മാവും. ഈ ആത്മാവിനെ ശരീരം ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കും. പട്ടത്തെ നൂലുകൊണ്ട് പിടിച്ച് കൺട്രോൾ ചെയ്ത് വലിച്ചു നിർത്തുന്നത് പോലെ നമ്മുടെ ജഡികാഭിലാഷങ്ങള്, നമ്മുടെ അത്യാഗ്രഹങ്ങള്, നമ്മുടെ തെറ്റായ ബോധ്യങ്ങള്, നമ്മുടെ അന്ധവിശ്വാസങ്ങള്, ശരീരത്തിൻ്റെതായ ആഗ്രഹങ്ങള്, നെഗറ്റീവായ ചിന്തകള്, ഇതെല്ലാം നമ്മളെപ്പോഴും നമ്മുടെ ആത്മാവിനെ എപ്പോഴും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അവനെ സ്വതന്ത്രമായിട്ട് പറക്കുവാൻ, ചിന്തിക്കുവാൻ, ദൈവത്തെങ്കിലേക്ക് ഉയരുവാൻ അനുവദിക്കുന്നില്ല. അവിടെയാണ് നമ്മളെല്ലാം അടിമകളായി തീരുന്നത്. ഇതൊരു ആത്മീയമായ കാഴ്ചപ്പാടല്ല, നമ്മൾ മനസ്സിലാക്കണം. ചിലർക്ക് അവരെ എപ്പോഴും അടിമപ്പെടുത്തുന്ന അവരുടെ ദേഷ്യമായിരിക്കാം, അവരുടെ മുൻകോപമായിരിക്കാം, അവരുടെ ശത്രുതാ മനോഭാവമായിരിക്കാം, അവരുടെ ഭൂസത്തിനോടുള്ള ആർത്തിയായിരിക്കാം, സമ്പത്തിനോടുള്ള അത്യാഗ്രഹങ്ങളായിരിക്കാം, ശരീരത്തിന്റെ ജഡികാഭിലാഷങ്ങളായിരിക്കാം, ഏതെങ്കിലും വസ്തുക്കളുള്ള അമിതമായ താല്പര്യങ്ങളായിരിക്കും. അപ്പോൾ അവരുടെ ജീവിതകാലത്തിന്റെ ഭൂരിഭാഗവും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. പക്ഷെ അത് കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും ചിന്തിക്കും. ഇന്നലെ ഞാൻ ന്യൂസിൽ വായിച്ചു, മുകേഷ് അംബാനിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിന് 750 കോടി വരുമാനം ആസ്തിയുള്ളതാണ്. അദ്ദേഹം ആ ജോലി ഉപേക്ഷിച്ച് സന്യാസിയായി തീർന്നു, മങ്കായി തീർന്നു. അദ്ദേഹത്തിന് മനസ്സിലായി പണം കൊണ്ടൊന്നും കാര്യമില്ല, തിരക്ക് കൊണ്ടൊന്നും കാര്യമില്ല. വി ആർ ഓൾ ബിസി, ഭയങ്കര തിരക്കാണ് നമുക്ക്. ഈ തിരക്കിനിടയിൽ സത്യത്തെ തിരിച്ചറിയുവാൻ, സത്യത്തെ അന്വേഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവിടെയാണ് നമ്മുടെ അടിമത്തം. അപ്പോൾ പൈശാചികമായ ചിന്തകൾ, പൈശാചികമായ ബന്ധനങ്ങളൊക്കെ നമ്മൾ അടിമകളാണ് പലപ്പോഴും. അപ്പോൾ ശരീരത്തിന്റെ അഭിലാഷങ്ങൾ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഇതിൽ നിന്നും കരകയറുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഇതിൽ നിന്ന് കരകയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഒത്തിരി അധ്വാനിച്ചു, അത് നേടിക്കഴിഞ്ഞു, പിന്നെ അടുത്ത ആഗ്രഹങ്ങൾ വന്നു. നമ്മുടെ മരണം വരെ ജഡത്തിന്റെ ഈ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ പരിശുദ്ധ കന്യകാമറിയം വിശുദ്ധിയായിട്ട് ജീവിച്ചു,
കർത്താവിന് ഉന്നം വെച്ച് ജീവിച്ചു. സത്യം എന്താണെന്നറിഞ്ഞ് ജീവിച്ചു. ഈ ലോകത്തിന്റെ അഭിലാഷങ്ങൾക്ക് അവൾ കീഴ്പ്പെട്ടിട്ടില്ല. യേശു തമ്പുരാൻ അവളെ ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മുടെ ശരീരത്തിന്റെ ഉദ്ധാനം, ആത്മാവിന്റെ ഉദ്ധാനം. നമ്മളെ കർത്താവിന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നുള്ള വിശ്വാസമാണ് നമ്മളെ മുൻപോട്ട് ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതും. അതാണ് അതിന്റെ സത്യവും. സ്നേഹമുള്ളവർ, ഇന്ന് ഈ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നമ്മളെ അടിമപ്പെടുത്തുന്ന, നമ്മുടെ ചങ്ങലകൾ, നമ്മളെ കൈകൾ ബന്ധിപ്പിക്കുന്ന, നമ്മുടെ കാലുകൾ ബന്ധിപ്പിക്കുന്നതൊന്നും രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാരോ ഒന്നും അല്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ കാലുകൾ കെട്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ കണ്ണുകൾ പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് വിമുക്തി ലഭിക്കണമെങ്കിൽ സത്യം എന്താണെന്ന് നമ്മൾ അറിയണം. സത്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനങ്ങളൊക്കെ വായിക്കണം. സത്യദൈവത്തിന്റെ വചനങ്ങൾ, സത്യവചനങ്ങളൊക്കെ അനുസരിച്ച് ആത്മീയമായിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് സാധിക്കും. അപ്പോൾ കുടുംബത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളുണ്ടെങ്കിലും, വിഷമങ്ങളുണ്ടെങ്കിലും, പരാതികളുണ്ടെങ്കിലും, ശരീരത്തിൽ എന്തെല്ലാം വേദനകളുണ്ടെങ്കിലും ഒന്നും പെർമനന്റ് അല്ല, അല്ലേ? ഈ ലോകത്തിൽ എന്താ ശാശ്വതമായിട്ടുള്ളത്? വേദന പെർമനന്റ് ആണോ? സന്തോഷം പെർമനന്റ്, നിത്യതയുണ്ടോ? ഇല്ല. എല്ലാത്തിനും മാറ്റം വന്നുകൊണ്ടിരിക്കുക. ഇന്നലത്തെ നമ്മളല്ല ഇന്ന്, ഇന്നത്തെ ഞാനല്ല നാളെ. നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഈ മാറ്റത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ മാറ്റമില്ലാത്ത തമ്പുരാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കീഴ്പ്പെടുത്തുന്ന ജഡിക അഭിലാഷങ്ങള്, ആർത്തികള്, അത്യാഗ്രഹങ്ങള്, മോഹങ്ങള് ഇതെല്ലാം ഉപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തിനായി പ്രാർത്ഥിക്കാം. പിശാച് എപ്പോഴും നിങ്ങളോട് പറയും, ഇതാണ് സത്യം, ഇതാണ് സുഖം, ഇതാണ് ജീവിതം, ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ നമ്മളെ വഴിതെറ്റിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ശരിയായ മാർഗം പോലും അറിയത്തില്ല. നമ്മളിങ്ങനെ പല ബന്ധനങ്ങളിൽ ഇട്ട് കഴിയുകയാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ്. ഹൃദയത്തിൽ, ആത്മാവിൽ എത്രമാത്രം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. വേറെ ആർക്കും സ്വാതന്ത്ര്യം തരാൻ പറ്റില്ല. വേറെ ആർക്കും നമ്മളെ അടിമപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ പൈശാചിക ബന്ധനങ്ങൾക്ക് മാത്രം നമ്മളെ അടിമപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. തമ്പുരാനോട് ഈ വിശുദ്ധവരെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ആ ഫ്രീഡത്തിന് വേണ്ടി, ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സത്യം അറിയുന്നതിന് വേണ്ടി, ആ സത്യദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ സുടനത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദൈവദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിനു നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ സെബാസ്റ്റ്യൻ മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അവരുടെ സഹശുശ്രൂഷികളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായെ, രക്ഷാകര കർമ്മത്തിൽ നിന്നോടടുത്ത് സഹകരിക്കുകയും മഹത്വം പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും ദൈവേഷ്ടം നിർവഹിക്കുന്നതിനും നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിനും കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തെ നിന്റെ മഹത്വപൂർണതയിൽ പങ്കുചേർത്ത കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങളെ നിന്റെ മഹത്വത്തിൽ പങ്കുചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വസിച്ച് കന്യകാമാതാവിന്റെ ശരീരത്തെ മഹത്വപ്പെടുത്തിയ കർത്താവെ, ദേവാത്മാവിന്റെ സജീവാലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ കൃപ നൽകിയ കർത്താവെ, പരിശുദ്ധ മറിയത്തിന്റെ മധ്യസ്ഥത്താൽ ഞങ്ങളുടെ രാജ്യത്തെയും അതിൽ വസിക്കുന്നവരെയും
ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാവരപൂർണയുമായ മാതാവിന്റെ മാധ്യസ്ഥം വഴി അങ്ങയുടെ ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. സ്വർഗാരോപിതയായ മറിയത്തിന്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങൾ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നിത്യമഹത്വം പ്രാപിക്കുവാനും അനുഗ്രഹിക്കണമേ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ. കാസയിൽ പീലാസയിൽ കാഴ്ചയേകാം ജീവിതം കാരുണ്യവാന നല്ല ദൈവമേ. സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ സ്നേഹമായി സാദരം സ്വീകരിച്ചാലും ഏഴയാം എന്നുടെ ഈ കാഴ്ചകൾ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാറിയോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം നീതിമാന്മാരുടെയും മകടൻ ചുരക്ക സാക്ഷയുടെയും സ്മരണയുടെ കൂടെ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിസ്സുദ്രഹമായ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും എന്ത് ചെയ്യുന്നു? അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെ, അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ള ആചാരനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിന്റെ കൂടെ ഏകസത്തയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്ലീഹായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങളിലേക്ക് പറയുകയും ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം മനസ്സിലായിരിക്കുവാൻ എന്നെ ശക്തയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പത്രിയർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ
പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മിശയുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ മിശയുടെ കൃപയാൽ ഈ ബലി നമുക്ക് സത്യനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാം ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസ വികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശയുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ Praise be to Jesus. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധയോടും കൂടെ കർത്താവിന് നന്ദി പറയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവാൻ ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവർ തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോട് കൂടെ. കർത്താവെ, ഞങ്ങളുടെ മനസ്സിന് എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങൾ ഉളവാക്കണമേ. പരിശുദ്ധരും അരുവികളുമായ കുറവേന്മാരുടെ ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. ഓശാന ഈശനു സതതം, ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലിവം. ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സതതം, ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയാഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയെന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരാവരുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇത് നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥാ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമാലേമ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിത അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആഗ്രഹമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മാതൃരാജ്യത്തിന് വേണ്ടി അയോഗ്യനായ എനിക്ക് വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പാവനാത്മാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസനും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നതയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനഷ്കനുമായി ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരെ ആദരപൂർവ്വം പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. എന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവർത്തിച്ച് ആശീർവദിക്കുകയും മോദീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലെ പ്രത്യാശയ്ക്ക് തന്നെ പ്രീതിപ്പെടുത്ത എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിനും ആ ജീവത്തിനും കാരണമാകട്ടെ.
സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഞങ്ങളുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുഗ്രഹവും പരിശുദ്ധവും ജീവിതായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ ഈശോമിശിഹായേ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവിതായകവുമായി അപ്പം സ്വർഗത്തിനിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനോ രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയാം ദിവ്യ സ്നേഹമേ. നമ്മുടെ കർത്താവേ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ മൂല്യമായ ശരീരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിരതങ്ങളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുത്വത്തിനും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ നിന്നവന്റെ സൈന്യങ്ങളും ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവൻ. നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയ ശരീരവും അമൂല്യ രക്തവും ഹൃദയൈക്യത്തോടെ നമുക്ക് സ്വീകരിക്കാം. എന്തെന്നാൽ നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ മരണത്തിലും പുനരുത്ഥാനത്തിലും നാം വിശ്വസിക്കുകയും പ്രത്യാശ വകവയ്ക്കുകയും ചെയ്യുന്നു. മാലാകമാരോട് കൂടെ അവിടുത്തെ ഹല്ലേലൂയ പാടി സ്തുതിക്കുക ഉചിതമാകുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോ മിശിഹായുടെ കൃപാവരം
അവിടുത്തെ കാരണത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു, കന്യകമാർ നിന്നെ വാഴ്ത്തുന്നു. എന്തെന്നാൽ നിന്റെ സ്വർഗാരോപണം സ്വർഗത്തെ സന്തോഷിപ്പിക്കുകയും ഭൂമിയെ ആനന്ദിപ്പിക്കുകയും ചെയ്തു. സഹോദരരെ, വരുവിൻ, നമുക്ക് മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യ കൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങേ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ ചതുരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ, അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിൽ കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവ്, പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പൗത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിന് അർഹമാകട്ടെ. ഔന്നന്യമായ ഈ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ദൈവമാതാവായ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ച സർവശക്തനായ ദൈവം വാഴ്ത്തപ്പെട്ടവരാകട്ടെ. സ്വർഗാരോപിതയായ അമ്മയുടെ പ്രാർത്ഥനയാൽ ആത്മീയ ആനന്ദവും സ്വർഗീയ ദാനങ്ങളും സമൃദ്ധമായി നമുക്ക് ലഭിക്കുമാറാകട്ടെ. മിശിഹായുടെ ഉദ്ധാനത്തിന്റെ മഹത്വത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പങ്കുചേർത്ത പിതാവായ ദൈവത്തിന്റെ സ്നേഹവും തന്റെ പ്രിയമാതാവിനെ നമുക്ക് അമ്മയായി നൽകുവാൻ തിരുമനസ്സായ പുത്രന്റെ കൃപയും പരിപൂർണതയുടെ മാർഗത്തിലൂടെ കന്യകാമറിയത്തെ നയിച്ച പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. നമ്മുടെ കർത്താവിന്റെ സ്വസ്തി. നിങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെയും പ്രതിക്കും പാപങ്ങളുടെയും മോചനത്തിനും കാരണമാകട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപതിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശിന്റെ എല്ലാ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെല്ലാവരും സമൃദ്ധമായിരിക്കട്ടെ. ഹാപ്പി ഫീസ്റ്റ് ഓൾ ഓഫ് യു.